കരിവള്ളൂരിൽ കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പയ്യന്നൂർ, ചന്തേര പോലീസ് സ്റ്റേഷനുകളിലും പലിയേരി വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കൂക്കാനം ജനകീയ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ശനിയാഴ്ച രാവിലെ 7:30 പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം ദിവ്യശ്രീയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. മണ്ഡലം MLA TI മധുസൂദനൻ, ASP MP വിനോദ്, DYSP K വിനോദ് കുമാർ, ഇൻസ്പെക്ടർ KP ശ്രീഹരി, പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ, സഹപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്നാണ് ഭൗതിക ശരീരം ദിവ്യശ്രീ ജോലി ചെയ്തിരുന്ന ചന്തേര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. മണ്ഡലം MLA M രാജഗോപാലൻ, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് ഉൾപ്പെടെയുള്ളവർ ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ശേഷം ദിവ്യശ്രീയുടെ ജന്മനാടായ കരിവള്ളൂർ പലിയേരിക്കൊവലിലെ വായനശാലയിലും നാട്ടുകാർക്കായി മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഇതിനുശേഷമാണ് അദ്ദേഹം വീട്ടിലെത്തിച്ചത്. ഇവിടെ വെച്ച് പോലീസ് സേനയുടെ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങിയ ഭൗതിക ശരീരം 11 മണിയോടെ കൂക്കാനത്തെ ജനകീയ ശ്മശാനത്തിൽ സംസ്കരിച്ചു. Order parade! General salute! Present! Order parade! Order! വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയാണ് ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമം തടയുന്നതിനിടെ സാരമായി പരിക്കേറ്റ ദിവ്യശ്രീയുടെ പിതാവ് വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തു വരികയാണ്. സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കകം പിടിയിലായ പ്രതി രാജേഷ് റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.